അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മളെ രണ്ട് ഒമ്പത് നിലവിൽ കഴിഞ്ഞല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മളെ നാളത്തെ ഷെഡ്യൂളിലേക്ക് വരാം. അതിനു മുമ്പ് അല്പനേരം നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹാജറ ഉമ്മേനെയും കല്യാണത്തിൽ കൂടെ വന്നല്ലേ മാറും. അതെ, നോക്കട്ടെ എത്ര കാര്യം കല്യാണത്തിൽ ഒന്ന് ഉറങ്ങിണ്ട് നോട്ടെ. കല്യാണത്തിൽ ആ ശീലം കൂടുതലല്ലേ, വെറുതെ വന്ന് പോലെ. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ഉമ്മയും തമ്മിലുള്ള വിവാഹം സാറ ഉമ്മ മുൻകൈയെടുത്ത് അവരുടെ തന്നെ ആ ഒരു ആഗ്രഹം എന്ന നിലയ്ക്ക് അവരുടെ ആ ഒരു നല്ല സന്തോഷകരമായ ദിനം അടുത്തു വരികയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഹാജറ ഉമ്മ വല്ലാത്ത സന്തോഷത്തിലാണ്. ഹാജറ ഉമ്മയുടെ സന്തോഷം തന്നെ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു ആത്മീയമായ ഒരു നേതൃത്വത്തെ ലഭിക്കുക, ഒരു തൻ്റെ ഭർത്താവായി കിട്ടുക എന്നുള്ളതും. കാരണം ഹാജറാമ ഒരു അടിമയായ പെണ്ണായിരുന്നു. ആ പെണ്ണിൽ നിന്ന് മാറി അവരെത്തിയ ഒരു സ്റ്റേജ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളില്ല എന്നുള്ള കാര്യം ഹാജറ ഉമ്മക്ക് അറിയാം. അപ്പൊ ഒരു കുഞ്ഞിക്കാല് ഞാൻ കാരണം ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള വല്ലാതെ രണ്ട് സന്തോഷങ്ങളായിരുന്നു ഹാജറ ഉമ്മക്കുണ്ടായിരുന്നത്. ഏതായാലും ഹാജറ ഉമ്മയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. അന്ന് ഹാജറ ഉമ്മക്ക് എത്ര വയസ്സറിയോ? ഹാജറ ഉമ്മക്ക് വളരെ ചുരുങ്ങിയ പ്രായമുള്ളൂ. അല്ലാഹു തട്ടരുത്, ഹസനന്റെ ജീവിതമാർഗം. അപ്പോ ഹാജറ ഉമ്മക്ക് അന്ന് ചെറിയ പ്രായമുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലോ 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള 80 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ഉമ്മയുമായുള്ള വിവാഹം കഴിഞ്ഞു. ഇരുവരും വളരെയധികം സന്തോഷകരമായ ദിവസങ്ങളാ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. രണ്ടുപേരും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ ഉമ്മ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിദ്മകൾ ചെയ്തുകൊണ്ടും എല്ലാ നിലക്കും സന്തോഷത്തിലായി 3 പേരും ഒന്നിച്ച് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാറ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഹാജറ ഉമ്മ, അതുകൊണ്ടാണ് വിവാഹം നടന്നത്. അങ്ങനെ ഏതായാലും വളരെ സന്തോഷത്തിലായി മുന്നോട്ട് പോയി. ദിവസങ്ങൾ കഴിയുന്നു, മാസങ്ങൾ കഴിയുന്നു. അധികം വൈകാതെ തന്നെയാണ് ഹാജറ ഉമ്മക്ക് ആ വിവരം അറിയുകയുണ്ടായി, താൻ ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഒരുപാട് കാലം ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളില്ലാതെ വാർദ്ധക്യകാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു കുഞ്ഞുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുതുനാരി ഗർഭിണിയായി എന്നുള്ള സന്തോഷ വാർത്ത നാട്ടിലാകെ പാട്ടായി. അതോടെ എല്ലാവർക്കും വല്ലാത്ത സന്തോഷം. അങ്ങനെ ഹാജറ ഉമ്മ ഇങ്ങനെ ഗർഭം ധരിച്ച് ഹാജറ ഉമ്മ ആ ഒരു സന്തോഷ ദിവസങ്ങളിലൂടെ മുന്നോട്ട് പോവുക. അങ്ങനെ ആ സമയത്താണ് പല ദിവസങ്ങളിലായിക്കൊണ്ട് പലരും ഹാജറ ഉമ്മാനെ കാണാനൊക്കെ വരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ എന്തൊക്കെ മറ്റേ മലപ്പുറം ഭാഷ പള്ളാണം പോലല്ലേ പറയല്ലേ? മലപ്പുറം ഭാഷ നിങ്ങൾ കോഴിക്കോട് പറയുന്നുണ്ട്, അങ്ങനെ ഇല്ലല്ലോ? എന്താ സംഗതി ഉണ്ട്, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് പ്രയോഗമുള്ളൂ സംഗതി, ആ പ്രയോഗമുള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പോ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഹാജറ ഉമ്മയെ കാണാൻ അന്നുണ്ടായിരുന്ന നാട്ടിലുള്ള ഓരോ സഹോദരിമാരെല്ലാവരും വളരെ സന്തോഷത്തോടെ കാണാൻ വരുമായിരുന്നു എന്ന് ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ആ ഒരു പ്രസവ ദിവസം അടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, റബ്ബേ എൻ്റെ ഭാര്യ അവൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവ റൂമിന്റെ പുറത്തിരുന്ന് ദ്വാരക്ക. ഈ പ്രസവ റൂം എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നത്തെ സിസ്റ്റം പോലെ ഹോസ്പിറ്റൽ അല്ല. ആ പ്രസവത്തിന് സമയമായപ്പോഴേക്കും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് അന്ന് നാട്ടില് ഈ പ്രസവം എടുത്തിരുന്ന സ്ത്രീകള്, ആ പ്രസവം എടുത്തിരുന്ന സ്ത്രീകൾ എന്തായി അങ്ങോട്ട് വന്നു. അങ്ങനെ അവർ വന്നു, അവരെല്ലാവരും റൂമിലേക്ക് കയറി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത വിഷമുണ്ട്, എന്നാൽ കുഞ്ഞിക്കാലിനെ കാണും സന്തോഷമുണ്ട്, വലിയ പ്രതീക്ഷയിൽ പുറത്തിരുന്ന് ദുആയിരുന്നു കൊണ്ടേയിരിക്കാം. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും സന്തോഷ വാർത്ത അറിഞ്ഞു, തൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നുള്ളത്, റാഹത്തായി എന്നുള്ളത്. പ്രസവിച്ചു എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് ഒരു ആൺകുട്ടിയാണ് എന്നുള്ളത് കൂടെ അറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ആ ഒരു ആൺകുഞ്ഞിനെ കാണാൻ പിന്നെ പ്രസവം കഴിഞ്ഞതോടെ പിന്നെ ആ വീട്ടിൽ ഫുള്ള് കാഴ്ചക്കാരാണ്.
കാരണം വാർദ്ധക്യകാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുഞ്ഞുണ്ടായിരുന്ന നാട് മുഴുവൻ അറിഞ്ഞു. അതോടെ പിന്നീട് എല്ലാവരും കാണാൻ വരില്ല, ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നവർക്കൊക്കെ നല്ല മാംസവും നല്ല ഭക്ഷണമെല്ലാം വെച്ചു കൊടുത്തു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ ഇരുവരും സന്തോഷകരമായ ദിവസങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് നിങ്ങളൊക്കെ ദൂരം നാണക്കേട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു തീരെ കാണാത്ത പോലുണ്ട്. ഇവിടെയൊക്കെ ഇത്ര ഉണ്ടായിട്ട് ഔട്ടം പോയിരിക്കണേ. ഏതായാലും അന്ന് ഹാജറ ഉമ്മയെ കാണാൻ വേണ്ടി, ഹാജറ ഉമ്മയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി, ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞിനെ കാണാൻ വേണ്ടി കാഴ്ചക്കാരങ്ങ വന്നുകൊണ്ടേയിരിക്കുന്നു. ഹാജറ ഉമ്മയെ കുറിച്ച് പറയുന്നത് കാണാം, ഹാജറ ഉമ്മക്ക് കുഞ്ഞിനെ വേണ്ട പോലെ കിട്ടുന്നില്ല. കാരണം എന്താ, ഒരു കുടുംബത്തില് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ആ കുഞ്ഞിനെ താലോലിക്കാനും എടുക്കാനും ഒരുപാട് പേരുണ്ടാവില്ലേ. അങ്ങനെ ആരില്ലാത്ത സമയം നോക്കി ഹാജറ ഉമ്മ എന്ത് ചെയ്യും, കുഞ്ഞിനെടുത്ത് ചുംബനം വെക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. കാരണം കുഞ്ഞിന് ഫുൾ തിരക്കാണ്. അങ്ങനെ സുന്ദരനായ ആ ഒരു കുഞ്ഞ്, പിഞ്ചോമന കുഞ്ഞ്, ആ കുഞ്ഞിന് ഇസ്മായിൽ എന്നുള്ള പേരിട്ട്. അങ്ങനെ ഇതിനു മുമ്പ് ഈ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ സാറ ഉമ്മയും ഹാജറ ഉമ്മയും ചെറുതായിട്ടൊന്നും എന്തായിട്ടുണ്ട്, ചെറിയ സ്നേഹപ്പിണക്കം ഉണ്ടായിട്ടുണ്ട്. അതായത് സ്വാഭാവികമാണ്, എന്തൊക്കെ സംബന്ധിച്ചാലും ഒരു ഗർഭിണി ആയി നിൽക്കുമ്പോൾ ഉണ്ടാവില്ല. എന്തായാലും ഇപ്പൊ ഇത്ര കാലം എനിക്ക് ഇന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ ഇന്നലെ കാര്യമൊന്നും അവൾക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാവില്ലേ. ഏതായാലും ഒരിക്കൽ സാറ ഉമ്മ ഹാജറ ഉമ്മയോട് കുറച്ച് രൂക്ഷമായ ശൈലിയിൽ സംസാരിക്കുകയും അങ്ങനെ ആ ഒരു വിഷമം കാരണം ഹാജറ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു നദിയുടെ അരികിലേക്ക് പോയി. ഹാജറ ഉമ്മ ജീവിതം തന്നെ വേണ്ട എന്നുള്ള വല്ലാത്തൊരു ആ ഒരു സാഹചര്യത്തിൽ ഒരു പുഴയുടെ വക്കിൽ പോയിരുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു എന്നും രേഖപ്പെടുത്തിയായി കാണാം. ആ സമയത്താണ് മലക്ക് വന്നുകൊണ്ട് ഈ ഹാജറ ഉമ്മയോട് പറഞ്ഞത്, ഹാജറ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് നാളെ ഈ സമുദായത്തിന്റെ ഒരു നേതാവേണ്ട കുഞ്ഞാണ്. ആ കുഞ്ഞിന് നിങ്ങൾ ഇസ്മായിൽ എന്നുള്ള പേരാണ് ഇടേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തളർന്നു പോവരുത് എന്നും കൂടെ പറഞ്ഞപ്പോ ഹാജറ ഉമ്മ എന്തായി, വല്ലാത്ത സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്നൊരു സംഭവം കൂടി രേഖപ്പെടുത്തിയത് കാണാം. ഏതായാലും അങ്ങനെ ഹാജറ ഉമ്മയുടെ പ്രസവം കഴിഞ്ഞു. അവർ തമ്മിലുള്ള ആ കുഞ്ഞിന്റെ കളികളും ചിരികളുമായുള്ള നല്ല സന്തോഷകരമായ ദിവസങ്ങൾ മുന്നോട്ട് പോവാ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാൻ പറഞ്ഞല്ലോ, പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കാണ്. കുഞ്ഞ് വളരെ ചെറിയ കുഞ്ഞ്, ഹാജറ ഉമ്മയാണെങ്കിലോ ചെറുപ്പക്കാരിയായ പെണ്ണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്. അള്ളാഹുവിന്റെ ഓർഡർ എന്താ അറിയോ, തന്റെ സഹധർമ്മിണിയെയും കുഞ്ഞിനെയും കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഹിജ്റ പോണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ഉമ്മയും അതുപോലെ തന്നെ പിഞ്ചോമന കുഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടി അവർ യാത്ര പുറപ്പെടുകയാണ്. സ്വാഭാവികമാണ്, ഒരു ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും സ്വാഭാവികമായിട്ട് പുതിയാപ്പിളിന്റെ കൂടെ പോകാൻ പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഞങ്ങൾ പ്രിയതമ്മ അങ്ങോട്ട് ഉമ്രക്കാന്നേ. അപ്പൊ അവനാന്റെ പുതിയാപ്പിളിന്റെ കൂടെ പോകാൻ എന്ത് ചെയ്യും, സ്വാഭാവിക ആഗ്രഹം ഉണ്ടാവും. ഒന്നും ഇല്ലേ, അവിടെ ഒന്നും ഇല്ലേ? അപ്പൊ സ്വാഭാവിക ആഗ്രഹം ഉണ്ടാവും. അതുപോലെ ഹാജറാവും എന്തായത്, പുതിയാപ്പിള വിളിച്ചല്ലേ, എങ്ങോട്ടൊന്നും ഇരുന്നില്ല, വിളിച്ച് അങ്ങനത്തെ വേഗം ഒരുങ്ങി തയ്യാറായി ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് യാത്ര തുടർന്നു. അങ്ങനെ അവരുടെ യാത്ര അവസാനിച്ചത് പരിശുദ്ധമായ കഅബാലയത്തിലായിരുന്നു. അങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് എത്തി. അന്ന് കാലത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയൊരു പ്രളയത്തിൽ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നല്ലോ, പലപ്പോഴും കഅബ തകർന്നില്ലേ, വലിയൊരു പ്രളയത്തിൽ കഅബാലയം തകർന്നു. അതിനുശേഷം മുൻകാലത്തൊക്കെ ഇവിടെ പലരും വന്ന് കാണാൻ വരുമായിരുന്നു. പക്ഷെ ഒരാളും കഅബാലയത്തിനോട് താമസിക്കൂല. കാരണം ഒരു തുള്ളി പോലും വെള്ളമില്ലാത്തൊരു സ്ഥലമാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരങ്ങൾ. അതുകൊണ്ട് വരുന്നവർ വരും, അവിടെ ഇബാദത്ത് ചെയ്യുന്ന ചെയ്യും, അത് കഴിഞ്ഞാൽ പോവും എന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അങ്ങനെ പരിശുദ്ധമായ കഅബാലയം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു പ്രളയത്തിൽ തകർന്നപ്പോ പിന്നെ ആരും വരാതെയായി. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പിഞ്ചോമന കുഞ്ഞിനെയും കൊണ്ട് തന്റെ സഹധർമ്മിണിയെയും കൂട്ടി വരുന്നത്. അങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ എത്തി രണ്ടുപേരും, അതായത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഹാജറ ഉമ്മയും. ഇസ്മായിൽ നബി എന്നല്ലേ ഇപ്പൊ കുഞ്ഞല്ലേ, അപ്പൊ ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞും ഹാജറ ഉമ്മയും നിൽക്കുക. അങ്ങനെ ഇവരെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട്. അങ്ങനെ ചിന്തിച്ചു നോക്കി, ആറ്റ് നോറ്റുണ്ടായ ഒരു കുഞ്ഞ് അല്ലേ,
ആ ഒരു കുഞ്ഞും തന്റെ പ്രിയതമയെയും ഇവിടെ വെച്ചിട്ട് അള്ളാന്റെ ഓർഡറുകൾ പോകണമെന്നുള്ളത്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ്, അതായത് നബിമാർക്കൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കുക എന്നുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നമുക്കാണ് ഇങ്ങനത്തെ ഒരു ഓർഡർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വേണോ, അത് വേണ്ട, അത് വേണ്ട, നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് അവരങ്ങനല്ല, അള്ളാന്റെ ഓർഡർ വന്നാൽ അതിനപ്പുറം ഒന്നുമില്ല. അതാണ് അമ്പിയാക്കൾക്കുള്ള ഓരോ കൽപ്പനയുടെ രൂപങ്ങൾ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആത്മാർത്ഥമായി മനസ്സിൽ അള്ളാഹു ദ്വാരുന്ന്, പടച്ചോനെ, എന്റെ ഭാര്യനും കുഞ്ഞിനും ഞാൻ ഇവിടെ വെച്ച് പോവാനുള്ള എനിക്ക് ഓർഡർ ഉള്ളത്, ഞാൻ ഏതായാലും വെച്ചു പോവാണ്, അവരെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കണേ എന്ന് ദുആയിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കുഞ്ഞിനെയും ഭാര്യയും വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാം. അപ്പൊ ആ ഒരു രംഗം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ മനസ്സിലാവും. അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന പ്രിയതമനെ വിളിച്ചുകൊണ്ട് ഹാജറാവുമ്പോ ചോദിക്കുകയാണ്, അല്ലയോ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചുട്ടുപൊള്ളുന്ന ഈ ഒരു മരുഭൂമിയിൽ, അല്ലെങ്കിൽ ഈ പാറയുടെ പുറത്ത് ഞങ്ങളെ വെച്ചുകൊണ്ട് ഒരു മനുഷ്യരും ഒരാളുമില്ല, ഒരു ജീവജാലങ്ങളും ഇല്ലാത്ത ഈ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ വെച്ച് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്താ അറിയോ? അഥവാ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പിഞ്ചോമന കുഞ്ഞിന്റെ മുഖങ്ങാനും കാണുമ്പോ എന്റെ മനസ്സെങ്ങാനും മാറിപ്പോയാലോ, അള്ളാന്റെ കൽപ്പനയ്ക്ക് ധിക്കരിച്ചവനാവില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കാതെ നടക്കുകയാണ്. ഹാജറ ഉമ്മ വലിയ ആത്മീയതയുള്ള ഒരു വനിതയായിരുന്നു, വലിയ മഹതിയായിരുന്നു. ഹാജറ ഉമ്മ രണ്ടാമതും ചോദിച്ചു, ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. മൂന്നാമത് ഹാജറ ഉമ്മ അവസാനമായി ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഈ യാത്ര പോകുന്നത്? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നഅം, ഒറ്റ മറുപടി, വേറൊന്നുമില്ല, അതെ, വേറൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങി. അപ്പൊ ഹാജറ ഉമ്മ ഇന്നി തവക്കൽതു അലല്ലാഹ് എന്ന് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ഹാജറ ഉമ്മ അവിടെ നിന്നു. കാരണം അവരെ ഈമാൻ, അവർക്കും പവറുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കാം, പുതിയാപ്പ ബാക്കി ഇറങ്ങി ഓടൂലേ ഓടും, അല്ലെങ്കിൽ ഇത് ഒരു ആളും മനുഷ്യല്ലാത്ത സ്ഥലത്ത് ഇട്ടു പോവല്ലേ. ഏതായാലും ഹാജറ ഉമ്മ എന്റെ റബ്ബ് എന്നെ കാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജബൽ അബി ഖുബൈസ് എന്ന പർവ്വതത്തിൽ കയറിക്കൊണ്ട് ദുആയിരുന്നു, അല്ലാഹുവേ, എന്റെ ഭാര്യയും കുഞ്ഞും അവിടെ വെച്ചിട്ടുണ്ട്, എന്റെ ഭാര്യയും കുഞ്ഞും നിൽക്കുന്നിടത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലാ, ഒരു ഫലങ്ങൾ പോലും ഇല്ല, അവർക്കുള്ള ആവശ്യമുള്ള സാമഗ്രികളൊക്കെ നീ എത്തിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന് നീങ്ങി അങ്ങനെ കണ്ണിങ്ങനെ നടന്നകലുന്നത് ഈ പിഞ്ചോമന കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് സഹധർമ്മിണിയാവുന്ന ഹാജറ ഉമ്മ കാണുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ സമയത്ത് ആ മനസ്സിന് എത്രമാത്രം വേദന ഉണ്ടായിരിക്കുന്നു അല്ലെ. അങ്ങനെ ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയി. ഹാജറ ഉമ്മ അവിടെ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഹാജറ ഉമ്മയുടെ കയ്യിൽ അല്പം ഈത്തപ്പഴവും കുറച്ചു വെള്ളമുണ്ട്. അവർ വരുമ്പോ കൊണ്ടുവന്ന് അങ്ങനെ തുടക്ക സമയത്തിലൊക്കെ ആ അല്പ ഈത്തപ്പഴത്തിന് ചെറിയ ചീളുകൾ കഴിക്കും. അങ്ങനെ അല്പം വെള്ളം കുടിച്ച് വിശപ്പകറ്റും. എന്തിനാണ് വിശപ്പകറ്റുന്നത്? ഹാജറ ഉമ്മയുടെ ശരീരത്തിനുണ്ടല്ല, വിശപ്പകറ്റിയാലേ അമ്മിഞ്ഞയിൽ വല്ലതും വന്നാലേ കുഞ്ഞിന് കൊടുക്കണ്ടേ, കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയല്ലേ. അങ്ങനെ 1-2 ദിവസങ്ങളൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്ന ഭക്ഷണവും കഴിഞ്ഞു. ഇപ്പൊ നിലവിലുള്ളത് ഈ പറയുന്ന പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് മനുഷ്യനും ഒരാളുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ഉമ്മയും മകനും മാത്രമാണുള്ളത്. ആരോട് വിളിക്കാൻ, ആരോട് പറയാൻ ഒന്നിനും ഒരു വഴികളുമില്ല. അങ്ങനെ ഭക്ഷണങ്ങളും കഴിഞ്ഞു, വെള്ളവും കഴിഞ്ഞു. ഇത് രണ്ടും കൂടെ കഴിഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും കുഞ്ഞിന് അമ്മിഞ്ഞയിൽ പാലിറങ്ങലും കുറഞ്ഞു. കാരണം ഭക്ഷണം കഴിക്കേണ്ട ഒരു ഉമ്മ. അപ്പോ ഇതോടെന്തായി, ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞിന് അമ്മിഞ്ഞ കിട്ടല് കുറഞ്ഞ്. അപ്പൊ ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ ഏതൊരു ഉമ്മാർക്കും നമുക്കറിയാം, സ്വാഭാവികമാണ്, ഉമ്മാർക്ക് മക്കള് കരഞ്ഞ അവരുടെ മനസ്സ് വേദനിക്കും അല്ലേ. എന്ത് ഉമ്മാരെ ദേഷ്യം പിടിച്ചു ആന്നാ പറയപ്പോ എന്താ പ്രശ്നം അല്ലേ? ആ ഉമ്മാരെ മനസ്സെന്തെങ്കിലും വേദനിക്കും, സ്വാഭാവികമാണ്. അപ്പോ അത് പെറ്റ ഉമ്മാർക്ക് എല്ലാവർക്കും വേദന ഉണ്ടാവും, മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കാണുമ്പോ. നിങ്ങൾ ആലോചിക്ക്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തന്റെ മകൻ അൾജീരിയയിലെ കോമഡി ഇതല്ല, ഇത് വേറെ ഇതാണ്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
തീർത്തും പോകണം. നാളെ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഏതായാലും ഹാജറ ഉമ്മയുടെ അടുത്ത് ഈ കുഞ്ഞ് കരഞ്ഞപ്പോ ഹാജറ ഉമ്മക്ക് വല്ലാത്ത വിഷമായി. എന്ത് ചെയ്യാനാ പഠിച്ചോനെ, എങ്ങോട്ട് പോവാനാ? കാരണം എവിടുന്ന് ഒരു മനുഷ്യനെ പോലും കാണില്ല. കുഞ്ഞ് കരച്ചിൽ ശക്തി കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് ഹാജറ ഉമ്മ ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നേരെ ആദ്യമായി ഓടിക്കയറുകയാണ് സൊഫാ കുന്നിലേക്ക്. സൊഫാ കുന്ന് നമ്മൾ ഇന്ന് ഭാവിക്കണം ഈ കാണുന്ന ചെറിയ കുന്നല്ല, അത് കുറെ കുറഞ്ഞു ഇപ്പോഴൊരു നമ്മക്ക് കാണാൻ ഭാഗ്യത്തിന് അതേ ഉള്ളൂ. ഇനി പിൻകാലത്ത് അത് ഉണ്ടാവും അള്ളാഹുവിന്റെ കാര്യം. അതായത് അന്നുള്ളൊരു കുന്നാണ്, മനസ്സിലായില്ലേ? അതായത് സൊഫാ കുന്നിലേക്ക് ഓടിക്കയറി ഇങ്ങനെ നോക്കാം ആരെങ്കിലും ഉണ്ടോ ആയിക്കൂടെ പോണേ. ഉണ്ടെങ്കിൽ ഒരു തുള്ളി ഭക്ഷണം തരും ചോദിക്കാൻ. എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? എന്റെ പിഞ്ചോമനെ കുഞ്ഞ് കരയുന്നുണ്ട്, അവനക്ക് എന്തെങ്കിലും അമ്മിഞ്ഞ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ വിശപ്പകറ്റാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സൊഫാ കുന്നിൽ കയറി നോക്കി. ആരെയും കാണുന്നില്ല. ഹാജറാവുമ്പോ തിരിച്ചിറങ്ങി വരുമ്പോ കുഞ്ഞ് വീണ്ടും കരച്ച് ശക്തി കൂടുകയാണ്. ഹാജറാവുമ്പോ സൊഫയിൽ ഏതാനും കയറിയല്ലോ, അപ്പൊ ഞാൻ പ്രതീക്ഷയില്ല, നേരെ ഓടി അടുത്ത മറുവാ കുന്നിലേക്ക് ഓടി കയറി. പക്ഷേ ഒരാളെയും കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഏന്തി നോക്കുന്നുണ്ട്, പക്ഷെ ഒരാളെയും കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്ന ബിൽഡിംഗ് എല്ലാം അവിടെ അല്ല, അന്ന് വിജനമായ പ്രദേശമാണ്, ആരെയും കാണുന്നില്ല. വീണ്ടും നിരാശയോടെ ചെറുപ്പക്കാരിയായ ഹാജറാവുമ്പോ തിരിച്ചിറങ്ങി മോന്റെ അടുത്തേക്ക് വരുമ്പോ മോനിത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മോന് വീണ്ടും കരയുകയാണ്. വീണ്ടും ഹാജറ ഉമ്മാക്ക് ഒന്നുമില്ല എന്നറിയാം, എവിടെ കിട്ടൂലെന്നറിയാം, എന്നാലുണ്ടല്ലോ സമാധാനത്തിന് വേണ്ടി വീണ്ടും ഓടി നോക്കുകയാണ്. സൊഫയിലേക്ക് തന്നെ വീണ്ടും പോയി. അങ്ങനെ സൊഫയിൽ ആദ്യമായി പോയി, രണ്ടാമത് വീണ്ടും മറവയിൽ പോയി, മൂന്നാമത് കുഞ്ഞ് കരഞ്ഞപ്പോ വീണ്ടും സൊഫയിലേക്ക് ഓടി. അങ്ങനെ 4 മറവയിലേക്ക് ഓടി. അങ്ങനെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം മറവയിൽ കയറി. മറവയെത്തുമ്പോ 7ാമത് റൗണ്ടായി. അങ്ങനെ മറവയിൽ കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ചെറിയൊരു ശബ്ദം കേൾക്കുന്നു. ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ ഉമ്മ തിരിഞ്ഞു നോക്കിയപ്പോ തങ്ങളുടെ കുഞ്ഞ് കിടന്നിരുന്ന ആ ഭാഗത്ത് ഒരു തുണി വെള്ളം ഇങ്ങനെ ഉറവിട്ട് വരുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കുഞ്ഞ് കാലടിച്ച ഭാഗത്ത് ഉറവിട്ട് വരുന്നുണ്ട്. നമ്മൾ കേട്ട ചരിത്രം എന്തെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലടിച്ചപ്പോ അവിടെ വെള്ളം വന്നല്ലേ അല്ലെ? നമ്മൾ പണ്ട് കേട്ടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ട് അടിച്ച സ്ഥലത്ത് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറകൊണ്ട് അടിച്ചാണ്. മനസ്സിലായല്ലേ? ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചിറകൊണ്ട് അടിച്ചു. ആ കാലിട്ട് അടിച്ചിരുന്ന ആ ഭാഗത്ത് അവിടെ വെള്ളം ഇങ്ങനെ വരുന്നത് എവിടുന്നാ കാണുന്നത്? മറവാക്കുന്നത് ഹാജറാവുമ്പോ കാണാം. ഹാജറാവുമ്പോ വേഗം ഓടി വന്നു നോക്കുമ്പോ എന്താണ്, നല്ല ശുദ്ധമായ ജലം ഇങ്ങനെ വരുന്നുണ്ട്. ഹാജറാവുമ്പോ വല്ലാത്ത സന്തോഷം. അപ്പൊ ഈ ജലം ഇങ്ങനെ പൊന്തി ഇതിങ്ങനെ പരക്കാൻ തുടങ്ങി. അപ്പൊ ഹാജറാവുമ്പോ വേഗം സൈഡിലെ മണ്ണ കൂട്ടിച്ച് സംസം, അങ്ങനെ സംസം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പറയുന്നത്. മനസ്സിലായി? സംസം, അതാണ് ആ സംസം എന്നുള്ളത് ആ വെള്ളത്തിന് പേര് വരാൻ കാരണം. മനസ്സിലായി? സംസം നിൽക്ക അതിങ്ങനെ ചുറ്റായ വെള്ളം പുറത്തു പോയപ്പോ ഹാജറാവുമ്പോ കെട്ടി എന്തായി അവിടെ നിർത്തി. അങ്ങനെ അൽഹംദുലില്ലാഹ് ഹാജറ ഉമ്മ വല്ലാത്ത സന്തോഷത്തോടെ ആ വെള്ളത്തിൽ നിന്ന് വേണ്ടിയോളം കുടിച്ചു. നല്ല ശുദ്ധമായ ജലം കുഞ്ഞിന് കൊടുത്തു. ഹാജറ ഉമ്മയുടെ വിശപ്പകറ്റി. അതുപോലെ തന്നെ കുഞ്ഞും വല്ലാത്ത സന്തോഷത്തിലായി. അങ്ങനെ അവരുടെ ആ ഒരു ദിവസം ഇങ്ങനെ അന്ന് രാത്രിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ രാത്രിയായപ്പോഴും അവർ വളരെ സന്തോഷത്തിലായി. അന്ന് അവർ തമ്മിൽ കിടന്നുറങ്ങി. അവർ രണ്ടുപേരും കിടന്നുറങ്ങി. അടുത്ത ദിവസം പ്രഭാതമായി. രാത്രിയായി കിടന്നുറങ്ങിയ രാത്രി ലൈറ്റ് ഒന്നുമില്ല, ഇരുട്ടായി നേരം വെളുത്തു. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അവിടെ. ഏതായാലും അടുത്ത ദിവസം പ്രഭാതമായപ്പോ അതുവഴി ഈ ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന്റെ അപ്പുറത്തുകൂടെ ഒരു കച്ചവട സംഘം, അമാലിക്കത്തെ കച്ചവട സംഘം പുറപ്പെടുകയാണ്. കച്ചവട സംഘം അവരിങ്ങനെ പോകുന്ന വഴിയിലാണ്. ആ പോകുന്ന സമയത്ത് ഈ ജബൽ അബി ഖുബൈസിന്റെ പർവ്വതത്തിന്റെ കുറച്ച് അപ്പുറത്ത് നിന്നായി ഏതൊക്കെയോ പക്ഷികൾ ഇങ്ങനെ വട്ടമിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇവിടെ വെള്ളം വന്നില്ലേ, പക്ഷികൾ എന്താണ് വെള്ളമുള്ളടത്ത് വട്ടമിടും സ്വാഭാവികമായിട്ടും. ആ പക്ഷികൾ വട്ടമിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ ആ കച്ചവട സംഘത്തിലെ നേതാവ് പറഞ്ഞു, എന്താണ് അവിടെ പക്ഷികൾ വട്ടമിടുന്നുണ്ടല്ലോ, കാരണം ഇവിടെ ഇതുവരെ വെള്ളമില്ല. പിന്നെ അതായത് ജബൽ അബി ഖുബൈസ് പർവ്വതം കണ്ടില്ലേ അതിനപ്പുറത്താണ് ഇവർ പറയണത്. അപ്പൊ പക്ഷികൾ ഇങ്ങനെ ആകാശത്തോട് പോണ് കാണുന്നുണ്ട്. അപ്പോ അതിലുള്ള ചില അനുയായികളെ, ചില ഹാദിമാരെ പറഞ്ഞയച്ച് നിങ്ങളൊന്ന് പോയി നോക്കി എന്താണ് അവിടെ സംഭവം എന്നുള്ളത്. കാരണം പക്ഷികൾ പോകണമെങ്കിൽ എന്താണ് അവിടെ വെള്ളം ഉണ്ടാവണം, വട്ടമുണ്ടെങ്കിൽ.
അപ്പൊ പണ്ടുള്ള ഈ കണക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ എന്തായി, അതിലുള്ള 2 പേര് കയറി ജബൽ അബി ഖുബൈസ് പർവ്വതം ഇങ്ങനെ കയറി നോക്കുമ്പോ, മുകളിലെത്തി നോക്കുമ്പോ അവിടെ എന്തോ ഒരു വെള്ളമായുള്ളതായി കാണുന്നുണ്ട്. അതിന്റെ അടുത്ത് എന്തോ 1-2 ഇരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അവർ ആ ജബൽ അബി ഖുബൈസ് പർവ്വതം ഇങ്ങനെ ഇറങ്ങി വന്നു നോക്കുമ്പം ഒരു ഉമ്മയും മോനാണുള്ളത്. ഇവർ തന്നെ അത്ഭുതപ്പെട്ടു, ഒരു ഉമ്മയും മോൻ എങ്ങനെ ഇവിടെ വന്നത്? അങ്ങനെ ഇവർ വന്നു ഹാജറ ഉമ്മയോട് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. ഹാജറ ഉമ്മയും ഇവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഹാജറ ഉമ്മയോട് ഇവര് ഞങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് അല്പം എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഹാജറ ഉമ്മ പറഞ്ഞു, ഇതെന്റെ റബ്ബ് എനിക്കും എൻ്റെ മകൻക്കും വേണ്ടി തന്നതാണ്, എങ്കിൽ നിങ്ങൾ അതിനെ എടുത്തോളൂ, ഉപയോഗിച്ചോളൂ. തന്നത് എനിക്കും എൻ്റെ മകൻക്കും അവകാശപ്പെട്ടതാണ്, നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ടാ പേരും നേരെ തിരിച്ചുപോയി ആ കച്ചവട സംഘത്തോട് വിഷയങ്ങളെല്ലാം പറഞ്ഞു. കച്ചവട സംഘം എല്ലാവരും കൂടെ അവരുടെ ഒട്ടകങ്ങളും കച്ചവട പലചരക്ക് സാധനങ്ങളും എല്ലാം കൊണ്ട് നേരെ ഇങ്ങോട്ട് വരികയാണ് ഹാജറ ഉമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ അവരെല്ലാവരും ഇവിടെ വന്നു. അവരുടെ സാമഗ്രികളെല്ലാം അഴിച്ചു വെച്ചു. കാരണം അന്ന് കാലത്ത് കച്ചവടത്തിൽ പോകാന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ 1 മാസം ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭ പോവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ ചരിത്രം വരുമ്പോൾ, അബ്ദുള്ള തങ്ങൾ ഉപ്പാപ്പാന്റെ ചരിത്രം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാസം 2 മാസം കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് വരുള്ളൂ, ഇങ്ങനെ പോയി എത്തിയിട്ട് വേണ്ടേ. അപ്പൊ ആ ഒരു സിസ്റ്റം ആയിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും വന്ന് അവരുടെ കച്ചവട സാമഗ്രികളെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം അവരെല്ലാവരും ഭക്ഷണം, ഈ വെള്ളം കുടിച്ചു. അതുപോലെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവിടുന്ന് ഉണ്ടാക്കി കഴിച്ചു. എല്ലാത്തിനും വെള്ളം ഉപയോഗിച്ചു. ഇതോടെ ഇവരെ കണ്ടപ്പോൾ തന്നെ ഹാജരാകുമ്പോൾ സന്തോഷമായി. കാരണം ഇതുവരെ ഒരു മനുഷ്യല്ല നിൽക്കല്ലേ, ആ സഭയിലേക്കല്ലേ ഒരു സംഘം ആള് വന്നത്. അങ്ങനെ ഇവരെല്ലാം വളരെ റാഹത്തായി അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇവരെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഹാജറ ഉമ്മക്ക് കൊടുത്തേൽപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി ആരെയും കാണുകയാണെങ്കിൽ ഇവിടെ ഇന്ന സ്ഥലത്ത് വെള്ളം ഉണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്തായി തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചുപോയി ഹാജറ ഉമ്മ നിലവിലുണ്ടായിരുന്ന ഭക്ഷണം, കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്ന എന്താ, പടച്ചവനെ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുള്ള ഭക്ഷണങ്ങളൊക്കെ എത്തിക്കാനുള്ള വഴികൾ എളുപ്പാക്കണമെന്നല്ലേ. അപ്പൊ ആ ദുആഇന് ഇജാബത്ത് എന്ന നിലക്ക് ആ ഭക്ഷണം ഇവിടെ എത്തി. അവര് 2-3 ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അവർക്ക് ഈ കച്ചവടക്കാരെ കൊടുത്തു. അങ്ങനെ ഇവരെ കഴിച്ചു. സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞ് വളരെയധികം ആരോഗ്യത്തോടെ വളരെയധികം ഉന്മേഷത്തോടെ വളർന്നു വരികയാണ്. അങ്ങനെ ആ കച്ചവട സംഘം പോയി. പിന്നീട് നമ്മൾ അറഫയിൽ പോയില്ല, നമ്മളെല്ലാം അറഫയിൽ ഇതുപോലെ ഒരു കച്ചവട സംഘം വരാണ്. കച്ചവട സംഘം വന്ന് അവർ തമ്പടിച്ചാണ് അറഫയിൽ. അങ്ങനെ തമ്പടിക്കാന്നാല് രാത്രി കഴിഞ്ഞാൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ തൽക്കാലം തമ്പടിക്കും, എന്നിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ട് പോവാ എന്ന ഉദ്ദേശത്തിൽ അറഫയിൽ നിന്ന് തമ്പടിച്ചു. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോ ആ തമ്പടിച്ചതില് ഒരു ഒട്ടകത്തെ കാണാനില്ല. ഈ സംഘം പോയി അടുത്ത സംഘത്തെ കുറിച്ചാണ് പറയുന്നട്ടാ, ഒരു ഒട്ടകത്തെ കാണാനില്ല. അങ്ങനെ ആ ഒരു ഒട്ടകത്തെ ഇപ്പൊ എങ്ങോട്ട് പോയത് എന്നുള്ളത് ആകെ വല്ലാതെ വിഷമത്തിലായി. അങ്ങനെ ഒട്ടകങ്ങളെ മേയാൻ ഏൽപ്പിച്ചിരുന്ന 2 ഇടയന്മാരെ അവരുടെ മുതലാളിമാരെ തിരയാൻ വേണ്ടി പറഞ്ഞേച്ച്, എവിടെയെങ്കിലും പോയി തിരഞ്ഞ് കണ്ടുപിടിക്കാം, അതേ ഓപ്ഷനുള്ളൂ. എവിടെയാണോ പോയത് നിങ്ങൾ പോയി കണ്ടുപിടിക്കാം. അവരിങ്ങനെ തിരയാൻ വന്ന് അറഫെന്ന് തന്നെ വന്ന് എവിടെ എത്തി, നേരെ വന്ന് ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന് അവിടെ എത്തി. ഞാൻ വരുന്ന വയ്യനുസരിച്ചല്ലേ, അറഫ് നടന്നിരുന്ന വയ്യനുസരിച്ചല്ലേ, അങ്ങനെ അവിടെ എത്തി. അവരവിടെ വന്ന് നോക്കുമ്പോ അവര് വന്നപ്പോ എന്തായി, ഇതുപോലെ തന്നെ ജബൽ അബി ഖുബൈസ് പർവ്വതം കയറി നോക്കുമ്പോ ഒരു ഉമ്മയും കുഞ്ഞുങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരെടുത്താണെങ്കിൽ നല്ല ശുദ്ധമായ ജലമുണ്ട്. അവര് കയറി ഇങ്ങോട്ട് വന്നു നോക്കുമ്പോ അവർക്ക് ഉറപ്പായി ഇതൊരു ഉമ്മയും കുഞ്ഞാണ് എന്നുള്ളതും ശുദ്ധമായ ജലമുണ്ട് എന്നുള്ളതും. അപ്പൊ അവർ നേരം പോയി റിപ്പോർട്ട് കൊടുത്തു, ഇന്ന സ്ഥലത്ത് ശുദ്ധമായ ജലമുണ്ട്, ഒരു ഉമ്മയും കുഞ്ഞും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ കച്ചവട സംഘം മുഴുവൻ ഇങ്ങോട്ട് വരികയാണ്. അവരെല്ലാവരും വന്നു. എല്ലാവരും മുമ്പ് വന്ന കച്ചവട സംഘം എന്തെല്ലാമാണോ ചെയ്തത് അതുപോലെ ഇവരും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിച്ചു വെച്ചു. അവരവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി വേവിച്ച് കഴിച്ചു. അതുപോലെ തന്നെ അവരെല്ലാം റെസ്റ്റ് എടുത്തു. അതിനുശേഷം അവരെല്ലാവരും പോകുമ്പോൾ അവിടുന്ന് ഈ സംസം വെള്ളത്തിന് എന്തോ പ്രത്യേകത ഉണ്ട് അവർക്ക് തോന്നി. കാരണം ഈ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ തീരുന്നില്ല. ഇതൊരു കിണറല്ല, കിണറൊക്കെ ഇപ്പല്ലേ, അന്ന് ഒരു സംസം ചെറിയൊരു കെട്ടാണ്. ആ കെട്ടിൽ നിന്ന് ഉപയോഗിച്ച് തീരുന്നില്ല. അപ്പൊ അവരൊക്കെ സംസം എന്തായി അല്പ കുപ്പിയിലാക്കി അവരുടെ ആവശ്യത്തിനുള്ള സംസം കൊണ്ടുപോകാൻ തുടങ്ങി. അന്ന് മുതലാണ് സംസം കൊണ്ടുപോകാൻ തുടങ്ങി.
അന്ന് മുതൽ കൊണ്ടുപോകുന്ന സംസം ഇന്നും ഈ നിമിഷം വരെ പോയിക്കൊണ്ടേ നിൽക്കാം. ഇപ്പോഴൊക്കെ സംസം പോയിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ സംസം ഇന്നും ഒരു തുള്ളി പോലും എന്തായാലും പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? സംസം ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അല്ലേ, അവിടെ ഇപ്പൊ സംസം പലരും പാക്കാക്കി അങ്ങോട്ടും പല കൊണ്ടുപോകുന്നുണ്ട്. സംസം അങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കുറെ ഉമ്രഞ്ഞ് പോകുന്ന ബാഗിന്റെ ഉള്ളിലൊക്കെ മറ്റേ പാക്ക് കൊണ്ടുവന്നിട്ട് എയർപോർട്ട് കുറെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് എയർപോർട്ടിൽ പോയി ഞാൻ അള്ളാന്റെ കുപ്പി പോയി പറഞ്ഞിട്ട്. അപ്പോ നിങ്ങൾ കുറെ ആൾക്കാരെ ബാഗിൽ ഞാനിങ്ങനെ ഓരോ റൂമിൽ എടുത്തുകൊണ്ട് പോകുമ്പോഴേ എനിക്ക് സ്മെല്ലടിക്കാണ് കുറെ കുപ്പിയാണ്. അപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇൻഷാല്ലാ സംസമിനെ കുറിച്ച് പറഞ്ഞു കേട്ടാം. ഏതായാലും അന്ന് മുതലാണ് സംസം കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായത് എന്നുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ഹാജറ ഉമ്മ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞിന് ഇന്ന് 12 വയസ്സായി. നമ്മൾ പെട്ടെന്ന് കയറ്റി പിടിക്കാം, എന്നാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മുത്തായ തങ്ങളത്തെ ചരിത്രം വരുള്ളൂ. 12 വർഷമായി. ആര് പോയിട്ടറിയോ? ആര് പോയിട്ട് 12 വർഷമായി സ്വന്തം ഉപ്പ പോയിട്ട്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ മനസ്സുകൊണ്ട് മാല കുത്തും, എന്റെ കുഞ്ഞിപ്പോ എങ്ങനായിരിക്കും. സംഗതി അങ്ങനെ ഉണ്ടാവില്ലേ, ഈ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഉണ്ടാവില്ലേ, എന്റെ മോൻ ഇപ്പൊ എന്റെ വീഡിയോ കോൾ ചെയ്യുന്ന അപ്പൊ നമ്മൾ ലൈവ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാവില്ലേ, ഇപ്പൊ എന്റെ പ്രിയതമ ഇപ്പൊ എങ്ങനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്റെ മോൻ ഇപ്പൊ എങ്ങനായിരിക്കും ഉണ്ടാവുക, സ്വാഭാവികം ഉണ്ടാവില്ലേ, കുഞ്ഞിപ്പോ എങ്ങനെ കളിക്കുന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം വരണം, എന്റെ കുഞ്ഞിപ്പോ 12 വയസ്സായി, അവനിപ്പോ നല്ല കാണാൻ നല്ല ചുറുചുറുക്കുള്ള കുഞ്ഞായിട്ടുണ്ടാവും. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കേൾക്കുന്നുണ്ടാ, ഇബ്രാഹിം നബി വിളിച്ചോണങ്ങൾ എത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തായി, മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു. ഒരു ദിവസം സ്വപ്നം കാണാം. എന്താ കാണാറിയോ? വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത പരീക്ഷണം തന്റെ പിഞ്ചോമന കുഞ്ഞിനെ കാണാൻ പോകുന്നതും, ആ പിഞ്ചോമന കുഞ്ഞിനെ കാണുക എന്ന് മാത്രമല്ല, പിഞ്ചോമന കുഞ്ഞിനെ കഴുത്തറക്കുന്നതാണ് സ്വപ്നം കാണുന്നത്. അപ്പൊ അമ്പിയാക്കളെ സ്വപ്നം വെറുതാവില്ല. നമ്മൾ സ്വപ്നം കണ്ടെന്നാ വേഗം നമ്മൾ രാത്രി സ്വപ്നം കാണും, അടിപൊളി ഇങ്ങനെ നല്ല വിന്നോവലൊക്കെ പോണേ, രാവിലെ ചോദിച്ചപ്പോ ഇതായി പെട്ടുമടക്കുണ്ടാവും ഇവിടെ അല്ലേ, സാറുണ്ടാവാനല്ലേ, അടിപൊളി നല്ല സെറ്റപ്പിൽ ഇങ്ങനെ നല്ല ഒരുപാട് സമ്പാദ്യം കാണും, രാവിലെ ഒക്കെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അമ്പിയാക്കോടെ സ്വപ്നം യാഥാർത്ഥ്യമേ ആവുള്ളൂ. അവർക്ക് എന്ത് സ്വപ്നം കണ്ടത് ഫലിക്കാനുള്ളതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി, അള്ളാഹിന്റെ ഓർഡർ അടുത്ത് വന്നു, അള്ളാഹിന്റെ പരീക്ഷണം, അതിനെ അതിജീവിക്കുക എന്നല്ല, വേറെ ഓപ്ഷൻ ഇല്ല. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി പറഞ്ഞു നിർത്തട്ടാ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയതമന്റെയും അതുപോലെ തന്നെ മാണിക്കെല്ലാം നമ്മുടെ മോനെയും കാണാൻ വേണ്ടി വരാണ്. അങ്ങനെ അവരിങ്ങനെ വരുന്ന സമയത്ത് ദൂരെ നിന്നുകൊണ്ട് സഹധർമ്മിണി കണ്ടു. സഹധർമ്മിണി മനസ്സിലായില്ലേ? അങ്ങനെ കണ്ടു. ആരെ കാണാറിയോ? പ്രിയതമൻ ഇങ്ങനെ മന്ദമാരുതനായി വരുന്നത്. മന്ദമാരുതൻ പുതിയ ഭാഷയിൽ പറഞ്ഞാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് കണ്ടു. കണ്ട ഹാജരാകുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? എന്താ അവസ്ഥയായിരിക്കും? കണ്ടില്ല, എന്നാളെ ഞാൻ ഇട്ടു പോയിട്ട് ഇപ്പോഴാണ് വരുന്നത്, അങ്ങനെ ആവോ? അല്ല, നമ്മളാണെ അങ്ങനെ ആവും. പക്ഷേ ഹാജറ ഉമ്മ നല്ല ദീനിയായ ഒരു പെണ്ണല്ലേ, ഒരു മഹദിയല്ലേ. ഹാജറ ഉമ്മ തന്റെ ഭർത്താവ് വരുന്ന ആ ഒരു രംഗം കണ്ട് വല്ലാതെ സന്തോഷത്തോടെ കാത്തിരുന്നു. അങ്ങനെ ഭർത്താവ് വന്നു. ഭർത്താവ് വന്നപ്പോ ഭർത്താവിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുത്തു. വളരെ സന്തോഷത്തോടെ അവർ തമ്മിലുള്ള സന്തോഷങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിങ്ങനെ കിടന്ന് പെടയാ. കാരണം എന്താ, വന്ന ഉദ്ദേശം വേറെയല്ല, ഇത് പറയണ്ടെങ്കിൽ. ഹാജറ ഉമ്മ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്ത് വളരെയധികം സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളെല്ലാം കൈമാറി. പിഞ്ചോമന കുഞ്ഞിനെ മടിയെ വന്നിരുന്ന്, 12 വയസ്സുള്ള കുട്ടിയല്ലേ, ഉപ്പാനെ കുറെ കാലം കണ്ടിട്ട്. അങ്ങനെ സന്തോഷത്തോടെ അവർ തമ്മിലുള്ള സന്തോഷങ്ങളെല്ലാം കൈമാറിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയതമനെ വിളിച്ച്, പിന്നെ ഞാൻ വന്ന ഉദ്ദേശം, അടുത്ത വിഷയം പറയാം. ഞാൻ വന്ന വിഷയം, ഞാൻ ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറ ഉമ്മയോട് വിഷയം അവതരിപ്പിച്ചു. അങ്ങനെ ഹാജറ ഉമ്മ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ ഒരു നിരക്കും സംഭവിക്കൂലല്ലേ. നമ്മളെ കുഞ്ഞിനെ ഹാജറ ഉമ്മയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ കണ്ട സ്വപ്നം ഇസ്മായിൽ എന്ന നമ്മുടെ പിഞ്ചോമന കുഞ്ഞിനെ നോറ്റ് നമുക്കുണ്ടായ ആ കുഞ്ഞിനെ അറുക്കുന്നതാണ് സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഓർഡറാണ്, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് എനിക്ക് മുമ്പുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെ പറഞ്ഞ സമയത്ത് ഹാജറ ഉമ്മാക്ക് വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും അവരുടെ ഈമാനിന്റെ ഒരു പവർ എന്നോളം
ഹാജറ ഉമ്മ അതിനെ സംയമനത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് കാലങ്ങളോളം മക്കളില്ലാതെ ദ്വാരുന്ന് വാർദ്ധക്യ കാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ആ ചുറുചുറുക്കുള്ള നല്ല പിഞ്ചോമന കുഞ്ഞ്, ആ കുഞ്ഞിനെയാണ് അറുക്കാൻ കൊണ്ടുപോകാൻ ഓർഡർ വരുന്നത്. ഹാജറ ഉമ്മ മനസ്സ് വല്ലാതെ വിഷമുണ്ടെങ്കിലും ഹാജറ ഉമ്മ മോനക്ക് നല്ല വസ്ത്രം ധരിച്ചു കൊടുത്തു. അപ്പൊ മോനെങ്ങനെ ആകെ സന്തോഷത്തോടെ, എന്താ അറിയോ, എന്റെ ഉപ്പാന്റെ കൂടെ പോവാണ്. അപ്പോഴും സന്തോഷം, കാരണം മോനക്ക് എന്താണ്, എന്റെ ഉപ്പാന്റെ കൂടെ ഒരു യാത്ര പോവല്ലേ, നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ലേ സന്തോഷം, എവിടെയും പോകുമ്പോൾ നമുക്ക് കൂടെ വരാൻ ആഗ്രഹം. അങ്ങനെ മോന് വല്ലാത്ത സന്തോഷത്തോടെ തയ്യാറായി. മോനെങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ മോന്റെ മനസ്സിലെന്താണ്, എൻ്റെ ഉപ്പാന്റെ കൂടെ ഞാൻ യാത്ര പോവാണെന്നുള്ള സന്തോഷം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിയില്ലല്ലോ. മുമ്പ് ഇവിടെ വെച്ച് പോയപ്പോൾ പ്രതീക്ഷ എന്താ, പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാമല്ലോ എന്നല്ലേ. ഇതെങ്ങനെ അറക്കാനല്ലേ പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത വിഷമമുണ്ട് എങ്കിലും അതെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ഹാജറ ഉമ്മ ഒരുക്കി കൊടുത്ത ആ പിഞ്ചോമന കുഞ്ഞിനെയും കൊണ്ട് യാത്ര പോവുകയാണ്. ഇതിങ്ങനെ കണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സിലെ അവസ്ഥ ആലോചിച്ച് നിങ്ങൾ. അതായത് ഒരുപാട് ആഗ്രഹിച്ചൊരു കല്യാണം നടന്നു. ആ കല്യാണത്തിൽ എൻ്റെ ഭർത്താവിന് പിഞ്ചോമനെ കൊടുക്കണം ആഗ്രഹിച്ചു, അത് കിട്ടി അൽഹംദുലില്ലാ. എന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നെ ചെറുപ്പത്തിലെ, എൻ്റെ പ്രായം ചെറുത്, എൻ്റെ കുഞ്ഞിൻ്റെ പ്രായം ചെറുത്, ആ പ്രായത്തിലെ ഞങ്ങൾ കൊണ്ട് ഒറ്റക്കിട്ട് പോയി 12 വർഷം എൻ്റെ ഭർത്താവില്ലാതെ ഞാനും കുഞ്ഞും ഒറ്റക്കാ ജീവിച്ചത്. അവിടുന്ന് എൻ്റെ ഭർത്താവ് പിന്നെ വന്ന അതേ ദിവസം എൻ്റെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോവാം. ആ ഒരു രംഗം വല്ലാത്തൊരവസ്ഥയായിരുന്നു പ്രിയമുള്ളവരെ. ഹാജറ ഉമ്മ അവരുടെ ഈമാനിന്റെ പവർ എന്ന് അവരെന്തായി ക്ഷമിച്ചു സഹിച്ചു നിന്നു. തന്റെ പിഞ്ചോമനെ കുഞ്ഞിനെ കൊണ്ട് തന്റെ ഭർത്താവ് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഹാജറ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അവിടെ ഹാജറ ഉമ്മയുടെ അടുത്തേക്ക് ഇബ്ലീസ് കയറി വരാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ചൊല്ലിക്കോളി നല്ലതാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അങ്ങോട്ട് കയറി വരികയാണ്. ഇബ്ലീസ് ഒന്ന് ചോദിച്ച്, അല്ല ഹാജറ, ആകെ നിനക്കുണ്ടായ കുഞ്ഞല്ലേ, ആ കുഞ്ഞിനെ ഇബ്രാഹിം നബി അറക്കാനെ കൊണ്ടുപോണേ, നിങ്ങൾ തിരിച്ചു വരൂലട്ടാ എന്ന് പറഞ്ഞു. ഹാജറ ഉമ്മ ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്തായി കല്ലെടുത്ത് എറിഞ്ഞു, അവർ ആട്ടിയോടിച്ചു. അപ്പൊ ഹാജറ ഉമ്മാന്റെ നടക്കൂല മനസ്സിലായി. എന്തിനാണ് ഇബ്ലീസ് വരുന്ന മനസ്സിലാക്കി. ഇബ്ലീസ് വന്നില്ല എങ്കിൽ ഈ ഒരു ബലി ഇവിടെ നടന്നാൽ എന്തായി, ഇവിടെ ഇസ്ലാമിന്റെ ഒരു അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായില്ലേ, ഇതിനില്ലാതാക്കണം. അതല്ലേ ഇബ്ലീസിനെ പോലെ ആഗ്രഹങ്ങള്. അപ്പൊ ഇതിനിവിടെ ഇല്ലാതെയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇബ്ലീസ് വന്നതായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷ പോയി. അങ്ങനെ പിന്നെ നേരെ പോവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞും നടന്ന് എവിടെ എത്തി? നമ്മൾ പറഞ്ഞിരുന്നു മിഞ്ഞാ ബസ്സില് എവിടെ എത്തി? ഊന്നോ ആ സ്ഥലം ചോദിച്ചേ. അതായത് നമ്മളെ ജംറ അല്ലെ, മിനലിന്റെ അവിടെ ജംറയുടെ അവിടെ എത്തി. അങ്ങനെ ജംറയുടെ ജംറത്തുൽ ഊലയിലെത്തിയപ്പോഴാണ് ഇബ്ലീസ് ആദ്യമായി വന്ന് പറയണേ, അല്ല ഇബ്രാഹിം നബിയെ, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് അറുക്കാണോ? ആകെ നിങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ, ഇതിന് അർത്ഥം എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി കല്ലെടുത്തെറിയുന്നത്. അങ്ങനെ ആദ്യമായി എറിഞ്ഞു. പക്ഷെ ഈ ഇബ്ലീസിന് മനസ്സിന് സുഖം കിട്ടുന്നില്ല. ഇബ്ലീസ് രണ്ടാമതും വന്നു. ഞാൻ പറഞ്ഞു വന്ന് രണ്ടാമത് എറിഞ്ഞു അല്ലെ. മൂന്നാമതും വന്നു. ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. മൂന്നാമത് എറിഞ്ഞു. മൂന്നാമത്തെ ഏറ് കൊണ്ടപ്പോ ഇബ്ലീസ് മനസ്സിലായി ഇത് സംഗതി നമ്മളെ പിടുത്തത്തിൽ കിട്ടൂലെന്നല്ലേ. അതുകൊണ്ട് ഇബ്ലീസ് എന്തായി പിന്തിരിഞ്ഞോടി. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ കുഞ്ഞിങ്ങനെ പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. 12 വയസ്സുള്ള കുട്ടികളെ നമുക്കറിയാമല്ലേ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കുട്ടികളങ്ങനെ സന്തോഷം കൂടി എന്തെങ്കിലും പറയില്ലേ, എന്തൊക്കെയോ മേട്ടർ പറയും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷം കൊണ്ട് ഉപ്പയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഉപ്പ അവസാനമായി പറഞ്ഞു, മോനെ, നമ്മൾ പോകുന്ന സ്ഥലം മോനെ ഞാൻ ഇന്ന സ്വപ്നമെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മോനെ അറുക്കാനാണ് അള്ളാഹുവിൻ്റെ ഓർഡർ. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, അള്ളാഹുവിൻ്റെ ഓർഡർ ഉപ്പാക്കുണ്ടെങ്കിൽ ഉപ്പ ആ ഓർഡർ ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഉപ്പ വല്ലാത്ത വിഷമത്തോടെ ആണെങ്കിലും അവർ തമ്മിൽ ഇങ്ങനെ പോയി നടന്ന് എവിടെത്തി? ആ അറുക്കാൻ കിടത്തിയ സ്ഥലം കാണിച്ചില്ലേ, അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ അറിയോ? എൻ്റെ ഉപ്പ എൻ്റെ കൈയും കാലും കെട്ടിയിടണം, എൻ്റെ കൈയും കാലും കെട്ടിയിട്ടായിരിക്കണം അറുക്കേണ്ടത്. എന്തിനാ അറിയോ? ഉപ്പയെങ്ങാനും എന്നെ അറുക്കുന്ന സമയത്ത്
ഞാനെങ്ങാനും പിടയുമ്പോൾ എൻ്റെ ഉപ്പാ ആ പിടച്ചിൽ കാണുമ്പോൾ എൻ്റെ ഉപ്പാനെ മനസ്സെങ്ങാനും വേദനിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ ഉപ്പ എന്ത് ചെയ്യണം, എൻ്റെ കയ്യും കാലും പിറകോട്ട് കെട്ടിടണം. ഇത് കുഞ്ഞങ്ങോട്ട് പറയാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇതോടെന്തായി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ വിഷമമുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് ഇസ്മായിൽ എന്ന പിഞ്ചോമനെ കുഞ്ഞ് പറയുന്നതാ അറിയോ, ഉപ്പ എന്നെ അറുക്കാൻ കിടത്തുമ്പോ എന്നെ കമിഴ്ത്തി കിടത്തണം, എന്നെ കമിഴ്ത്തി കിടത്തണം. എന്തേ കാരണം, എന്നെ ഉപ്പ അറുക്കുന്ന സമയത്ത് എൻ്റെ മുഖമെങ്ങാനും കാണുമ്പോ എൻ്റെ ഉപ്പാന്റെ മനസ്സെങ്ങാനും വേദനിച്ചാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെ നടക്കാതെ പോയാൽ അത് എൻ്റെ ഉപ്പ ഒരു കൽപ്പനയെ ധിക്കരിച്ചവനായി മാറില്ലേ. അതുകൊണ്ട് ഉപ്പ എന്നെ കമിഴ്ത്തി കിടത്തണം എന്നുള്ളതും കൂടെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള വാളാണുള്ളത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന പിഞ്ചോമനെ കുഞ്ഞിനെ കിടത്തി, കൈകൾ കെട്ടി കാലുകൾ കെട്ടി കമിഴ്ത്തി കിടത്തി. പ്രിയമുള്ളവരെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഓർഡർ നടപ്പിലാക്കുകയാണ്. അങ്ങനെ കഴുത്തിന്റെ പിരടിൽ എന്തായി, കത്തി വെച്ചു, അങ്ങനെ മുറിക്കാൻ തുടങ്ങി. പക്ഷേ മുറിയുന്നില്ല. ഒന്നും കൂടെ ശക്തിയിൽ മുറിയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിങ്ങനെ പെടയുന്നുണ്ടെങ്കിലും അള്ളാഹിന്റെ ഓർഡറാണ്, അതെന്താ നടപ്പിലാക്കണം. മുറിയുന്നില്ല. രണ്ടാമത് മുറിയാത്ത കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കത്തിക്കറ്റ മൂർച്ചം കുറഞ്ഞോ എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്ന കല്ലിലൊരു പാറൽ ഒറ്റ വിട്ടുകൊടുത്തപ്പോ ആ പാറ 2 കഷ്ണമായി എന്ന് ഒരിടത്ത് രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോ കത്തിക്ക് മൂർച്ചയുണ്ട്. അങ്ങനെ മൂന്നാമത് വീണ്ടും അറുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിക്കൊടുത്ത ഒരു ആടിനെയും കൊണ്ടുവന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഇത് അള്ളാഹു കൊടുത്തയച്ച സ്വർഗത്തിൽ കൊണ്ട ആളാണ്. ആ ആടിനെ കുറിച്ച് വിശദമായി വേറെ പറയുന്നുണ്ട്. ഏതായാലും ആ ആടിനെ കൊണ്ടുവന്ന് ഇതിനെ ബലിയറുക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി ആ ആടിനെ അറുക്കുകയാണ്. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആടിനെ അറുക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുകയും ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് കേട്ട് പരിചയമുണ്ടോ അല്ലേ? ആ സംഗതി വന്നത് അവിടുന്നാണ്, അന്നാണ്. മനസ്സിലായല്ലേ? അങ്ങനെ ആ ഒരു വലിയ ബലി അവിടെ എന്തായി, നമുക്കെല്ലാവർക്കും അങ്ങനെയാണ് ബലി വരുന്ന ആളിന് ബലി ഇറക്കാറില്ലേ? ആ സംഭവം അതിന്റെ തുടക്കവും എവിടുന്നാണ്, അന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ കിടത്തിയപ്പോ ഈ രണ്ടാമത് കൊണ്ടുവന്ന ആടിനർത്തില്ലേ, ആ സംഭവം മുതലാണ് ബലി തുടങ്ങുന്നത് കേട്ടാ. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവാഹം നാളുണ്ട്. ഇന്ന് ആരെ വിവാഹമായിരുന്നു? ഹാജറ ഉമ്മ ഇബ്രാഹിം നബിയുടെ. അപ്പൊ നാളെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിവാഹം, അതുപോലെ തന്നെ അങ്ങോട്ടുള്ള കഅബയുടെ പുനർനിർമ്മാണമൊക്കെ ഇൻഷാ അള്ളാഹ് നാളെ പറയാം. ഇപ്പൊ തന്നെ സമയം ഒഴുകി. ഇനി നമ്മൾ നാളത്തെ കാര്യത്തിലേക്ക് വരാം. നാളെ രാവിലെ നമ്മൾ ജബലു സൗർ കയറണം നമുക്ക്. മണിക്കല് കയറണേ അള്ളാഹുവേ. അപ്പൊ ജബലു സൗർ കയറാൻ ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാ, കുറച്ചെങ്കിലും കഴിയാമെങ്കിൽ ശ്രമിക്കെങ്കിലും വേണം. നമ്മൾ ഇവിടുന്ന് തന്നെ ഇന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയണതും അവിടെ വന്നിട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് കയറാൻ കഴിയാതെ രണ്ടും 2 കൂലിയ അല്ലേ? മറ്റെന്താണ്, അള്ള കാണില്ലേ കാരണം അവർ കയറാൻ ശ്രമിച്ചു, എന്നിട്ട് അവർ ആരോഗ്യം കഴിയാത്തോണ്ട് ഇറങ്ങി. അതും എന്താണ്, ഇവിടുന്ന് തന്നെ എന്താ മെഹബൂബന്റെ പരിപാടിക്ക് വരില്ല എന്ന് വിളിച്ചോണ്ടോ? അപ്പൊ എന്താ, എന്നിട്ട് ഇവിടുന്ന് നമ്മള് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് നമ്മള് കയറാതെ പോവാതെ ഹൈറ് അവിടെ വന്നിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ശ്രമിക്കുക. ഇനി തീരെ കഴിയില്ല തോന്നുന്നവരെ നമ്മൾ നിർബന്ധിക്കൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഉദാഹരണം ഒരാൾക്ക് ആരോഗ്യം കൊണ്ട് തീരെ കഴിയില്ല. ഇപ്പൊ നമ്മൾ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇപ്പൊ കാണുന്നില്ല അല്ലെ? എന്നാലും അൽഹംദുലില്ലാ ഉസ്താദിന് ബാക്കി എല്ലാ കാര്യങ്ങളും ഉസ്താദിന്റെ അളിയന്റെ കൂടെ ചെയ്യാൻ കഴിയുന്നില്ലേ? അത് വലിയ തൗഫീഖല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അങ്ങനെ സ്നേഹനിധിയായ ഒരു അളിയനെ കിട്ടിയില്ല ഉസ്താ. അതിന് ഉസ്താദ് ആത്മാർത്ഥ ദ്വാരക്കുണ്ടാവില്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, ഉസ്താദിന് കിട്ടിയ ഏറ്റവും വലിയ തൗഫീഖ് എന്താ? നമ്മളെ കണ്ണുകളെ കൊണ്ട് നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട് ഇല്ലേ? ഓരോരുത്തരും അവനാന്റെ മനസ്സൊക്കെയാ മതി അല്ലേ? കാണും.
എത്ര ഹറാമുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. അതിൽ നിന്ന് അള്ളാഹു കാത്ത വലിയ സൂക്ഷ്മതല്ലേ. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ പറഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചാല് കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യാം, നാളെ ജബൽ സൗർ കയറാൻ വേണ്ടി വരാം. നാളെ പ്രഭാതത്തില് 3 മണിക്ക് ഇടാ. അപ്പൊ എന്തിനാണ് ഇന്ന് 3 മണിക്ക് പോകുന്നതിന്റെ വശങ്ങൾ പറഞ്ഞാൽ, സാധാരണ ജബൽ സൗർ പകലൊക്കെ നമുക്ക് കയറാം. പകൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ കാണാറുള്ള അനുഭവം, നമ്മൾ സാധാരണ നമ്മൾ ജബൽ സൗർ കയറി ഇറങ്ങി വരുമ്പോഴാണ് പലരും സാധുവും കയറി പോകുന്നത്. എന്നിട്ട് തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കും നമ്മോട് സാധ ഇനി കുറെ അങ്ങോട്ട് ചോദിക്കും. എന്താ കാരണം അറിയോ? അപ്പൊ തന്നെ അവിടെ വെയിൽ വന്നിന്. പിന്നെ കാണുമ്പോ പടച്ചോനെ എങ്ങനെ ഇപ്പൊ എല്ലാം കൂടി കയറിയിട്ടാവാം. അപ്പൊ എന്തായി, ഓൾറെഡി നമ്മൾ കോൺഫിഡൻസും പോകും. നമ്മൾ കഴിഞ്ഞ യാത്രകളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് 3 മണിക്കാണ് പോയി കഴിഞ്ഞാല് കറക്റ്റ് എന്ത് ചെയ്യും, സുബഹിയുടെ 3 മണിക്ക് എഴുന്നേറ്റിരിക്കും. ഇവിടെ പോയിട്ട് അവിടെ എത്തുമ്പോൾ സുബിയാവും, 4:30 സുബിയാവും. അപ്പൊ ബാങ്ക് എത്തണിക്കാ, അല്ല സോറി സുബിയല്ല, 3 മണിക്ക് ഇവിടെ പോകും. സുബി കയറി പകുതിന്ന് നിശ്ചയിക്കരുത് കേട്ടാ. എന്താ വെച്ചാൽ നിങ്ങൾ കയറാൻ ഉദ്ദേശിച്ചവർക്ക് ക്ഷീണമല്ലാതെ കയറാൻ, മനസ്സിലായില്ലേ? ഒന്നത്. രണ്ടാമത് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എത്രയൊക്കെ ആഗ്രഹിച്ച് കയറിയിട്ട് അതിന്റെ മുകളിൽ ഹിറാഗുഹയാണ് അതിന്റെ മുകളിൽ അല്ല, ഹിറാഗുഹല്ലട്ടാ. കഴിഞ്ഞ ബാച്ചിലുണ്ടായ ഒരു വിഷയമാണ്. ആരൊക്കെയോ ഹിറാഗുഹയാണ് പ്രതീക്ഷിച്ച്. ഹിറാഗുഹ ജബൽ നൂറിലാണ്. നമ്മൾ നാളെ കയറുന്നത് ജബൽ സൗറില്. സൗർ ഗുഹയാണ് ഇല്ലട്ടാ. അതായത് ആരംഭ പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുപ്പാപ്പായി 3 ദിവസം താമസിച്ച ഗുഹ. അതാണ് അതിന്റെ മുകളിൽ കേട്ടാ. രണ്ടിനും പുണ്യുണ്ട്. രണ്ടിനും പുണ്യക്കുറവ് ഒന്നിനെ കുറക്കാനൊന്നുമില്ല. കാരണം രണ്ടും മുത്ത് കയറിയ മലല്ലേ. അപ്പൊ പറയുന്നത് വെച്ചാല് രാവിലെ നമ്മൾ 3 മണിക്ക് പോകും. സുബി നമ്മൾ പോയി ഏകദേശം കയറി പകുതിത്തും ബാങ്ക് കൊടുക്കും. അവിടെ നമ്മൾ നിശ്ചയിക്കും. അങ്ങനെയാണ് പതിവ് ഉണ്ടാവാറുള്ളത്.